ഏഷ്യാനെറ്റ് സ്റ്റാർ സിംഗർ സീസൺ 10 താൽക്കാലികമായി നിർത്തിവെക്കുന്നു. ഇനി ബിഗ് ബോസിന്റെ കാലമാണ്. അതിനുശേഷം വീണ്ടും സ്റ്റാർ സിംഗർ എത്തും. 2025 ജൂലൈ 27 ഞായറാഴ്ച സംപ്രേഷണം ചെയ്ത സ്റ്റാർ സിംഗർ സീസൺ 10 മൺസൂൺ ഫെസ്റ്റിവൽ ഏറെ ആകർഷകമായിരുന്നു. മൺസൂൺ അവധിക്ക് മുൻപ് നടക്കുന്ന വർണ്ണശബളമായ ഒരു ആഘോഷരാവായിരുന്നു അത്. 3 മണിക്കൂറിലേറെ നേരമുള്ള ഈ ഇവന്റ് 2 എപ്പിസോഡുകളായാണ് ഹോട്ട്സ്റ്റാറിൽ അപ്ലോഡ് ചെയ്തത്. ഇതേ ദിവസം ഷോയുടെ മഹാഗുരു KS ചിത്രയുടെ ജന്മദിനം കൂടിയായിരുന്നു. ഏതാണ്ട് 1 മണിക്കൂറിലധികമുള്ള ആദ്യ എപ്പിസോഡിൽ, അതായത് 36-ാം എപ്പിസോഡിൽ ബർത്ത്ഡേ സെലിബ്രേഷനും 2 മണിക്കൂറോളമുള്ള രണ്ടാമത്തെ എപ്പിസോഡ്, അതായത് 37-ാം എപ്പിസോഡിൽ ലാലേട്ടൻ ഉൾപ്പെടെ പങ്കെടുക്കുന്ന ആഘോഷങ്ങളുടെ വിശേഷങ്ങൾ അണിയിച്ചൊരുക്കി. ഇനിയും ഹോട്ട്സ്റ്റാറിൽ ഈ എപ്പിസോഡുകൾ കാണാൻ കാത്തിരിക്കുന്നവർക്ക് ഇതൊരു സ്പോയിലർ ആയേക്കാം. ഇവന്റിൽ നടന്ന കാര്യങ്ങളുടെ ചുരുക്കം ഇങ്ങനെ: അവതാരകരായി മിഥുൻ രമേശും വർഷയും ഉണ്ടായിരുന്നു. നടി മോക്ഷയുടെ ഡാൻസോടുകൂടി എപ്പിസോഡ് ആരംഭിച്ചു. സിതാരയുടെയും വിധുവിൻ്റെയും ഒപ്പം ചിത്രചേച്ചിയുടെ എൻട്രി. വേദിയിലെത്തിയ ശേഷം മാത്രമാണ് ചിത്രചേച്ചി ബർത്ത്ഡേ സ്പെഷ്യൽ എപ്പിസോഡാണ് എന്നറിയുന്നത്. ചിത്രചേച്ചിക്ക് സ്റ്റാർ സിംഗർ ടീം ഒരുക്കിയ ഏറ്റവും പ്രധാനമായ സമ്മാനം 40 മിനിറ്റ് ചിത്രചേച്ചി പാടിയ ഗാനങ്ങൾ ഉൾപ്പെടുന്ന ഒരു സംഗീത വിരുന്നായിരുന്നു. ചിത്രസംഗീതം എന്ന് പേരിട്ട ഈ പ്രോഗ്രാമിൽ ജഡ്ജസും മെൻറ്റേഴ്സും കണ്ടസ്റ്റൻസും എല്ലാം ഭാഗഭാക്കായി. പിന്നീട് ഇതുവരെയുള്ള റൗണ്ടുകളിൽ മത്സരാർത്ഥികളിൽ ഏറ്റവും കൂടുതൽ ആവറേജ് മാർക്ക് നേടിയവർക്ക് ലക്ഷ്യ ടീമിന്റെ പ്രത്യേക ക്യാഷ് പ്രൈസ് സമ്മാനിച്ചു. തുടർന്ന് സാഹസം സിനിമ ടീം ചിത്രചേച്ചിക്ക് ജന്മദിന ആശംസകളുമായി വേദിയിലെത്തി. ഏവരുടെയും പ്രിയപ്പെട്ട ഗായിക ഉഷ ഉദുപ്പ് വേദിയിലേക്കെത്തി. തൻ്റെ ഗാനങ്ങളും ചിത്രാമ്മയ്ക്കുള്ള ഹാപ്പി ബർത്ത്ഡേ ഗാനവുമൊക്കെ കൊണ്ട് പ്രേക്ഷകരെ ഞെട്ടിച്ച് കയ്യിലെടുത്തു ദീദി. ഇത്രയുമായിരുന്നു ആദ്യ എപ്പിസോഡിൽ. അടുത്ത എപ്പിസോഡിൽ ചിത്രചേച്ചി പാടിയ വിവിധ ഗാനങ്ങളെക്കുറിച്ച് ദിവാകൃഷ്ണ ഒരു മനോഹരമായ വിവരണം തയ്യാറാക്കി. അതോടൊപ്പം മത്സരാർത്ഥികൾ അവതരിപ്പിച്ച മനോഹരമായ ചില ഗാനങ്ങളും മറ്റൊരു മനോഹരമായ ഐറ്റം നടന്മാരും കഥാപാത്രങ്ങളുമായി മത്സരാർത്ഥികളുടെ വളരെ മനോഹരമായ ഒരു പെർഫോമൻസ് നടന്നു. പിന്നീട് KS ചിത്രയുടെ ആദ്യ ഗാനത്തിൻ്റെ രചയിതാവ് കൂടിയായ സംവിധായകൻ സത്യൻ അന്തിക്കാട് വേദിയിലേക്ക് എത്തുന്നു. തുടർന്നുള്ള വളരെ മനോഹരമായ ചില നിമിഷങ്ങൾ. തുടർന്ന് ദിവാകൃഷ്ണ തയ്യാറാക്കിയ ഉഷ ഉദുപ്പിനെ കുറിച്ചുള്ള നറേറ്റീവ് വീഡിയോ. തുടർന്ന് എമ്പുരാൻ സോങ് ദീദി പാടുന്നു. ഈ സമയത്ത് ലാലേട്ടൻ്റെ എൻട്രി. ലാലേട്ടൻ്റെ വിശേഷങ്ങളും ലാലേട്ടനും സത്യൻ അന്തിക്കാടും ചേർന്നുള്ള സന്തോഷ നിമിഷങ്ങളും സ്റ്റാർ സിംഗർ കൊറിയോഗ്രാഫറും ഡാൻസ് ടീമും നടി മോക്ഷയും ഉൾപ്പെടെയുള്ളവർ അവതരിപ്പിച്ച ഡാൻസ് പെർഫോമൻസ് നടന്നു. അതിലേക്ക് അവർ ലാലേട്ടനെ കൂടി ആനയിക്കുകയും ചെയ്തു. ലാലേട്ടൻ, സത്യൻ അന്തിക്കാട് എന്നിവരുമായി ബന്ധപ്പെട്ട ചില പാട്ടുകൾ മത്സരാർത്ഥികൾ മനോഹരമായി പാടി. തുടർന്ന് ഹൃദയപൂർവ്വത്തിൻ്റെ പ്രമോ പ്രദർശിപ്പിക്കപ്പെട്ടു. പിന്നാലെ ഏഷ്യാനെറ്റിൻ്റെ ചാനൽ ഹെഡ് കിഷൻ സാർ വേദിയിലെത്തി. തുടർന്ന് ബിഗ് ബോസ് മലയാളം സീസൺ 7 ലോഞ്ച് നടന്നു. പിന്നീട് സ്റ്റാർ സിംഗറിൻ്റെ മൺസൂൺ അവധിക്കാല പ്രോഗ്രാമായ സ്റ്റാർ സിംഗർ ഹോം ടൂർ ലാലേട്ടൻ ഫ്ലാഗ് ഓഫ് ചെയ്തു. അങ്ങനെ ആകെ മനോഹരവും എൻഗേജിങ്ങുമായ 3-ലധികം മണിക്കൂറുകളായിരുന്നു സ്റ്റാർ സിംഗർ സീസൺ 10 മൺസൂൺ ഫെസ്റ്റിവലിലൂടെ പ്രേക്ഷകർക്ക് സമ്മാനിക്കപ്പെട്ടത്.